ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഇലക്ട്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഫംഗ്ഷൻ ജനറേറ്ററിനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ വിവിധ തരത്തിലുള്ള സ്വഭാവ രീതികൾ മനസ്സിലാക്കാനും, ഉദാഹരണമായി പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ ഗെയിന്, ഫ്രീക്വൻസി റെസ്പോൺസ്, ബാൻഡ് വിഡ്ത്ത് ഇവയൊക്കെ കാണാനും, സർക്യൂട്ടുകളുടെ ട്രബിൾ ഷൂട്ടിങ്ങിനും, അതുപോലെ തന്നെ സർക്യൂട്ടുകൾ ഡിസൈനിങ്ങിനും, സർക്യൂട്ടുകൾ ടെസ്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ വിവിധ തരത്തിലുള്ള വിവിധ ആകൃതിയിലുള്ള വേവ് ഫോമുകൾ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള വേവ് ഫോമുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫംഗ്ഷൻ ജനറേറ്റർ എന്നറിയപ്പെടുന്നത്. ഇതിൽ 3 തരത്തിലുള്ള ഔട്ട്പുട്ടാണ് ഈ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സൈൻ വേവ്, ഞാനിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു DSOയുമായി ബന്ധിപ്പിക്കാം. ഈ കാണുന്നത് സൈൻ വേവ്, ട്രയാങ്കുലർ വേവ്, സ്ക്വയർ വേവ്, ഇങ്ങനെ 3 രൂപത്തിലുള്ള വേവ് ഫോമാണ് ഈ ഫംഗ്ഷൻ ജനറേറ്ററിൽ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മോഡേൺ ഫംഗ്ഷൻ ജനറേറ്ററുകളിൽ ആർബിട്രറി വേവ്സ്, അതായത് യൂസർ ഡിഫൈൻഡ് വേവ് ഫോമിനെ സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ എടുക്കാനുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ കണക്ടർ വഴിയാണ്. BNC കണക്ടർ വഴിയാണ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. ഫംഗ്ഷൻ ഔട്ട്പുട്ട് 50 ohms ഇംപിഡൻസ് ഉള്ള ഫംഗ്ഷൻ ഔട്ട്പുട്ട് ഈ സോക്കറ്റിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഈ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി, വോൾട്ടേജ് ഇവയൊക്കെ വ്യത്യസ്ത കൺട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രീക്വൻസി കൺട്രോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കൺട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഫ്രീക്വൻസി കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ പറ്റുന്നത്. ഈ കൺട്രോൾ, അതായത് ഇത് കോഴ്സ് കൺട്രോൾ എന്ന് പറയും, ഫ്രീക്വൻസി കോഴ്സ് കൺട്രോൾ. ഇത് ഫൈൻ കൺട്രോൾ, അതായത് വളരെ നേരിയ ഫ്രീക്വൻസിയിൽ വളരെ നേരിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നേരിയ വേരിയേഷൻ വരുത്താൻ പറ്റുന്ന കൺട്രോളാണ് ഫൈൻ കൺട്രോൾ. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയിൽ 2 കാര്യങ്ങളാണ് തെളിയുക. ഒന്ന് വോൾട്ടേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസിയും. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഈ കാണുന്ന ഫ്രീക്വൻസി, അതുപോലെ തന്നെ വോൾട്ടേജ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വോൾട്ടേജ് കിട്ടും, അത് VP ഇതിലായിരിക്കും. ഇത് റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി ആണ് ഇവിടെ കാണുക. ഈ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഹെഡ്സ്, കിലോ ഹെഡ്സ്, മെഗാ ഹെഡ്സ് ഇൻഡിക്കേറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മളിത് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിലോ ഹെഡ്സിലായി 1.295 കിലോ ഹെഡ്സ് എന്ന് കിട്ടി. ഫ്രീക്വൻസി റേഞ്ച് സെലക്ട് ചെയ്യാനുള്ള വ്യത്യസ്ത സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ 10K സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന, ഇത് വേരി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാക്സിമം ഫ്രീക്വൻസി 10 കിലോ ഹെഡ്സ് ആയിരിക്കും. 10 കിലോ ഹെഡ്സ് വരെ നിങ്ങൾക്ക് വേരി ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 13 കിലോ ഹെഡ്സ് വരെ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. 13 കിലോ ഹെഡ്സ് വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1K ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൺട്രോൾ ഉപയോഗിച്ച് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഫ്രീക്വൻസി 1 കിലോ ഹെഡ്സിൻ്റെ അടുത്തുള്ളതായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വ്യത്യസ്ത ഫ്രീക്വൻസി സെലക്ഷൻ സ്വിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീക്വൻസി സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 മെഗാഹെർട്സ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന മാക്സിമം ഫ്രീക്വൻസി 1 മെഗാഹെർട്സ് ആണ്. മാത്രമല്ല ഈ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ് നമുക്ക് വേരിയേഷൻ നടത്താം. അതിന് വേണ്ട വോൾട്ടേജ് നമുക്ക് കാണാം. ഇവിടെ 20.1 വോൾട്ടാണ്. ഈ ലെവൽ കൺട്രോളാണ് ഇതിൻ്റെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേവ് ഫോം നോക്കിയാൽ മനസ്സിലാവും, വോൾട്ടേജ് കൂടുന്നതും കുറയുന്നതും കാണാം. ഇവിടെ 16 വോൾട്ടേജാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ചാനൽ 2ൽ 16 വോൾട്ടേജ് കിട്ടുന്നു. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി 1.4 കിലോ ഹെർട്സ്, 1.4 കിലോ ഹെർട്സ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന കൺട്രോളാണ്. മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ 2 സ്വിച്ച്, അറ്റുനേഷൻ അല്ലെങ്കിൽ DB സ്വിച്ച്, ഇത് 20 dB, 40, 60 ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളാണിത്. അതായത് ഈ 2 സ്വിച്ചും റിലീസാക്കിയിട്ട് കഴിഞ്ഞാൽ, ഇത് പ്രസ് ചെയ്യാതെ റിലീസാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് ആയിരിക്കും. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് 20 വോൾട്ട്
പീക്ക് ടു പീക്ക് വോൾട്ടാണ്. ഇനി ഇത് നോക്കാം, ഇത് തിരിച്ച് നോക്കാം. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് 20 വോൾട്ട്. ഇവിടെ 19.6 എന്ന് കാണാം. ഇവിടെ 20 വോൾട്ട് നിങ്ങൾക്ക് കാണാം, ചെറിയ വേരിയേഷൻ വരുന്നത്. ഇനി ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ടാണ്. അപ്പോൾ ആ വോൾട്ടേജ് നിങ്ങൾക്ക് 2 വോൾട്ടിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ബട്ടൺ റിലീസാക്കി ഈ ബട്ടണാണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് 0.2 വോൾട്ടായിരിക്കും. 0.2 വോൾട്ടായിരിക്കും. ഇനി രണ്ട് ബട്ടണും നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജ് 0.02 ആണ് കിട്ടേണ്ടത്. 0.01 ആണ് അവിടെ കാണിക്കുന്നത്. 0.02 വോൾട്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് വേരിയേഷൻ നടത്താൻ കഴിയും. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് സ്വിച്ചും റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 വോൾട്ട് പീക്ക് ടു പീക്ക് കിട്ടും. ഇത് തിരിച്ച് മാക്സിമത്തിലിട്ടാൽ 20 വോൾട്ട് കിട്ടും. ഇവിടെ ഒരു ബട്ടൺ, ഈ 20 dB എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 2 വോൾട്ടും അത് 20 dB സ്വിച്ച് ഓഫാകുകയും ഇത് 40 dBൻ്റെ സ്വിച്ച് ഓണാക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0.2 വോൾട്ടും രണ്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ 0.02 വോൾട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കൺട്രോളിനെ പറ്റി മനസ്സിലാക്കാം. DC ഓഫ്സെറ്റ് കൺട്രോൾ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ആദ്യം നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള വേവ് ഫോമിനൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ വേവ് ഫോം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് ലൈന് ഇതിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ടും താഴോട്ടും ഉള്ള നമ്പർ ഓഫ് ഡിവിഷൻസ് ഇവിടെ ഈക്വലാണ്. ഇനി ഞാൻ ഈ DC ഓഫ്സെറ്റ് ഓണാക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നോക്കാം. താഴോട്ട് റെഫറൻസ് ലൈനിൻ്റെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി വീണ്ടും തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ മുകളിലോട്ടും ഷിഫ്റ്റ് ചെയ്തു. അതായത് ഇവിടുന്ന് കിട്ടുന്ന AC വോൾട്ടേജിൻ്റെ ആവറേജ് വോൾട്ടേജ് ലെവൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്കോ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ DC ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഈ കൺട്രോൾ. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇവിടെ നിന്ന് കിട്ടുന്ന AC വോൾട്ടേജിൽ DCയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലേക്കോ നെഗറ്റീവ് ഡയറക്ഷനിലേക്കോ ഉള്ള DCയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഇതിലേക്ക് വേവ് ഫോം വരുന്നത്. അതുകൊണ്ടാണ് ഈ DC ലെവല് വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സർക്യൂട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർക്യൂട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നോർമൽ കണ്ടീഷനിൽ DC ഓഫ്സെറ്റ് ഓഫാക്കിയിട്ടാണ് പതിവ്. ഇനി നമുക്ക് മറ്റൊരു കൺട്രോളിനെ പറ്റി പരിചയപ്പെടാം. സിമ്മട്രി. ഈ സിമ്മട്രി കൺട്രോള് ഇവിടെ ഓൺ ആക്കിയിടണം. അതായത് ഇത് ഓൺ ഓഫ് കൺട്രോളാണ്. സിമ്മട്രി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള കൺട്രോളാണ്. ഇപ്പം ഞാൻ ഓൺ ആക്കി. ഇവിടെ നിങ്ങൾക്ക് ഈ വേവ് ഫോമിൻ്റെ ഈ സിമ്മട്രി തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു സോ ടൂത്ത് വേവ്, ട്രയാങ്കുലർ വേവ് ആക്കിയേക്കാം. ഞാൻ സിമ്മട്രി തിരിക്കുന്നു. എന്താ സംഭവിക്കുന്നത് നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ഇതിന് റൈസ് ടൈം എന്നാണ് പറയാം. മുകളിലോട്ട് പോകുന്ന സമയം റൈസ് ടൈം, ഇത് ഫാൾ ടൈം. അപ്പോൾ ഈ ടൈം ഫാൾ ടൈം, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റൈസ് ടൈം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമും വേരിയേഷൻ വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സിമ്മട്രി കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വേവ് ഫോമിൻ്റെ റൈസ് ടൈമും അതുപോലെ തന്നെ അതിൻ്റെ ഫാൾ ടൈമും നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടൈമാണ് ഫാൾ ടൈം, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ടൈമാണ് നമ്മളെ റൈസ് ടൈം എന്ന് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സൈൻ വേവിൽ വ്യത്യാസം വരുമ്പോൾ നോക്കുക, ഇങ്ങനെ വ്യത്യാസം വരുന്നതായിട്ട് കാണാം. അതുപോലെ സ്ക്വയർ വേവിലാണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ വ്യത്യാസം വരുന്ന കാണാം. അതായത് സ്ക്വയർ വേവിൻ്റെ ഓൺ ടൈമും ഓഫ് ടൈമും നമുക്ക് വ്യത്യാസപ്പെടുത്താം. അതായത് അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇനി മറ്റൊരു ഇത് ഞാൻ ഓഫാക്കിയിടുന്നു. മറ്റൊരു ഔട്ട്പുട്ടാണ് TTL ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിങ്ക് ഔട്ട്പുട്ട് എന്ന് പറയും. സിങ്ക് ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ CROയിലൊക്കെ, അതായത് എക്സ്റ്റേണൽ ഒരു സോഴ്സിനെ നമുക്ക്
എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിനെ നമുക്ക് ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സിങ്കർണൈസിങ് പൾസ് കൊണ്ട് ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിങ്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു CROയിൽ ഇവിടുന്ന് ഇങ്ങോട്ട് സ്കാൻ ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്റ്റാർട്ടിങ് എൻഡോ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റുള്ള എൻഡോ, അത് ഈ എൻഡ് ടൈമോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമോ നമുക്ക് ഒരേ ടൈമിന് തുടങ്ങണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരേ ടൈമിന് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിങ്കർണൈസിങ് പൾസിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അതിലേക്ക് കൊടുത്താൽ മതി. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ സാധാരണ വരുന്നത് സ്ക്വയർ വേവ് ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കാം. 5 വോൾട്ടുള്ള സ്ക്വയർ വേവ് ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ നമുക്ക് ഫ്രീക്വൻസി ഈ വേവ് ഫോം ഫംഗ്ഷൻ ഇതൊന്നും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ TTL ഔട്ട്പുട്ട് എന്നാണ് ഇതിന് പറയാം. 5 വോൾട്ടുള്ള സ്ക്വയർ വേവ് ഇതിൻ്റെ ഫ്രീക്വൻസികൾ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇത്രയുമാണ് ഫംഗ്ഷൻ ജനറേറ്ററെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.